ഹായ് ഹലോ എടാ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ കിട്ടി. നിങ്ങളൊക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് 9-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ഏതാണ് എക്സാം? കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം അല്ലേ? അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലിജിന മിസ് വന്നിട്ടുണ്ട്. മിസ്സേ ഹായ് മക്കളെ. മിസ്സേ എന്താ മിസ്സേ ഇന്നത്തെ ക്ലാസ് എന്താ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ ചാപ്റ്റർ 1 ആയ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ട് മിസ്സിന്റെ കൂടെ കൂടിക്കോളുക. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മിസ്സേ ഞാൻ നിൽക്കണോ പോണോ? മിസ്സിന് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് ടേംഡ് ആസ്. എന്താണ്? ഒരു സ്ട്രക്ചറിന്റെ ബോഡിന്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ കൂടെ ഡിക്ലെയർ ചെയ്യുന്ന എന്താ പറയാ? അതിനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വൺ ഇൻസൈഡ് അനദർ, ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് വരുന്നു എന്നുള്ളതാണ് നെസ്റ്റഡിന്റെ മീനിങ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് കീവേഡ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു? സ്ട്രക്റ്റ് എന്നുള്ള കീവേഡാണ് നമ്മൾ സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം വിത്ത് എലമെന്റ്സ് ഹവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനാണ്. അതിന്റെ മെമ്പേഴ്സ് എന്തൊക്കെയാ? ഹവർ, മിനിറ്റ്, സെക്കൻഡ്. ഇത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ സിന്റാക്സ് എങ്ങനെയാ? സ്ട്രക്റ്റ് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യും. കീവേഡിന് ശേഷം സ്ട്രക്ചറിന്റെ നെയിം ഉണ്ടാവും അല്ലേ? നെക്സ്റ്റ് പാരാന്തസിന്റെ ഉള്ളിൽ സ്ട്രക്ചർ മെമ്പേഴ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. നെക്സ്റ്റ് സ്ട്രക്ചർ ക്ലോസ് ചെയ്യും. ഇതാണ് ഒരു സ്ട്രക്ചറിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സ്ട്രക്റ്റ് ടൈം, ദെൻ പാരാന്തസിന്റെ ഉള്ളിൽ ഇൻറ്റു ഹവർ, ഇൻറ്റു മിനിറ്റ്, ഇൻറ്റു സെക്കൻഡ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചെയ്തത്? നമ്മളെ മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞു, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രക്റ്റ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, ദെൻ സ്ട്രക്ചറിന്റെ നെയിം കൊടുക്കും, ദെൻ പാരാന്തസിന്റെ ഉള്ളിൽ സ്ട്രക്ചർ മെമ്പേഴ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. അപ്പൊ ഇവിടെ സ്ട്രക്ചർ മെമ്പേഴ്സ് ഏതാ? ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ പറയുന്നതാണ് സ്ട്രക്ചർ മെമ്പേഴ്സ്. എന്തുകൊണ്ട് നമ്മൾ ഇൻറ്റ് കൊടുത്തേ? ഇൻറ്റീജേഴ്സ് വാല്യൂസ് ആണ് അല്ലേ? ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് ഇൻറ്റീജേഴ്സ് വാല്യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തത്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദ ഡിഫറെന്റ് മെമ്മറി അലോക്കേഷൻസ് ഇൻ C++? C++ൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെമ്മറി അലോക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെയാ? സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും അതുപോലെ ഡൈനാമിക് മെമ്മറി അലോക്കേഷനും അല്ലേ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ്, ടേക്സ് പ്ലേസ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആണ് എന്ത് ചെയ്യുന്നത്? മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് അല്ലേ? അതായത് വേരിയബിളിന്റെ മെമ്മറി മാറ്റി വെക്കുന്നത് ഒരു പ്രോഗ്രാം എക്സിക്യൂഷന് മുന്നേ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. മെമ്മറി എപ്പോഴാണ് മാറ്റി വെക്കുന്നത്? ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ, പ്രോഗ്രാമിന്റെ ഇടയിലാണ്, അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് ഇടയിലാണ് അതിന്റെ മെമ്മറി മാറ്റി വെക്കുന്നത്, മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇത് ബിഫോർ എന്നുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്, അതായത് എക്സിക്യൂഷന് മുന്നേ ആണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഇതിലോ ഡ്യൂറിംഗ്. ഡ്യൂറിംഗ് എന്നുള്ള ഒരു വേർഡ് എന്തായാലും യൂസ് ചെയ്യണം. ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം, എക്സിക്യൂഷൻ നടക്കുന്നതിന് ഇടയിലാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് അല്ലേ? ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ന്യൂ എന്നുള്ള ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂ ഓപ്പറേറ്റർ ഈസ് റിക്വയർഡ്. ഇതിന്റെ കേസിൽ, ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ നമ്മൾ ന്യൂ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നോ ഓപ്പറേറ്റർ ഈസ് റിക്വയർഡ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്ററിന്റെയും ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ്, വേരിയബിൾസ് ആർ എസെൻഷ്യൽ. ഇതിന്റെ കേസിൽ, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ വേരിയബിൾസ് എന്നുള്ളത് എസെൻഷ്യൽ ആണ്. അതായത് നോർമൽ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പോയിന്റേഴ്സ് വേരിയബിൾസോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. നോർമൽ വേരിയബിൾസ് മാത്രമാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കേസിലോ, ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ
പോയിന്റർ ഈസ് എസെൻഷ്യൽ. പോയിന്റർ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലെന്തായിരുന്നു? നോർമൽ വേരിയബിൾസ് ആണ്. ഇതിൽ പോയിന്റർ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡാറ്റ ഈസ് റെഫറൻസ്ഡ് യൂസിങ് വേരിയബിൾസ്. ഡാറ്റ എങ്ങനെ റെഫറൻസ് ചെയ്യുന്നേ? നോർമൽ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ റെഫറൻസിങ് നടക്കുന്നത് അല്ലേ? ഡൈനാമിക്കിന്റെ കേസിലോ ഡാറ്റ ഈസ് റെഫറൻസ്ഡ് യൂസിങ് പോയിന്റർ വേരിയബിൾസ്. പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? ഡാറ്റ റെഫറൻസിങ് നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, നോ സ്റ്റേറ്റ്മെന്റ് ഈസ് നീഡഡ് ഫോർ ഡി അലോക്കേഷൻ. നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു, അത് ഡി അലോക്കേറ്റ് ചെയ്യുന്നതിന് എന്ത് വേണ്ട? മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും നമുക്ക് ഓപ്പറേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ ഡി അലോക്കേറ്റ് ചെയ്യാനും നമ്മൾ ഓപ്പറേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് എന്താണ്? നമ്മൾ മെമ്മറി ക്രിയേറ്റ് ചെയ്തു, ദെൻ റിലീസ് ചെയ്യും അല്ലേ? അപ്പോൾ അതിനെ ഡിലീറ്റ് എന്നുള്ള ഒരു കീവേഡോ ഓപ്പറേറ്ററോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിന്റെ കേസിലോ ഡിലീറ്റ് ഓപ്പറേറ്റർ റിക്വയർഡ് ഫോർ ഡി അലോക്കേഷൻ. ഡി അലോക്കേഷന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിലീറ്റ് എന്നുള്ള ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇവിടെ ന്യൂ എന്നുള്ള ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ എഴുതി കാണിക്കാം. ന്യൂ എന്നുള്ളത് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിലീറ്റ് എന്നുള്ളതും യൂസ് ചെയ്യുന്നുണ്ട്. ഏതിന്റെ കേസിൽ? ഡൈനാമിക്കിന്റെ കേസിൽ. ഡൈനാമിക്കിന്റെ കേസിൽ എന്തായാലും ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റ് ആണ് ന്യൂ എന്നുള്ള ഓപ്പറേറ്ററും ഡിലീറ്റ് എന്നുള്ള ഓപ്പറേറ്ററും. ന്യൂ എന്തിനായിരുന്നു? ന്യൂ എന്ന് പറയുന്നത് അലോക്കേറ്റ് ചെയ്യാനാണ്. ഡിലീറ്റോ? ഡിലീറ്റ് ഡി അലോക്കേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Read the following C++ code. Int a of 5 is equal to 10, 15, 20, 25, 30. അപ്പോൾ ഇതെന്താ? ഈ സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്ത് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നതാണ്. അറേ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഇൻറ്റ് സ്റ്റാർ പി ഇസ് ഈക്വൽ ടു എ. ഇവിടെ നമ്മൾ ഒരു പോയിന്റർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻറ്റ് സ്റ്റാർ പി ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഈ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഔട്ട്പുട്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ എ പാർട്ട് സി ഔട്ട് സ്റ്റാർ പി പ്ലസ് ടു. പി പ്ലസ് ടു എന്നുള്ളത് എന്തിലാണുള്ളത്? ബ്രാക്കറ്റിന്റെ ഉള്ളിലാണുള്ളത്. പി പ്ലസ് ടു എന്നുള്ളത് സ്റ്റാർ പുറത്താണുള്ളത്, പി പ്ലസ് ടു എന്നുള്ളത് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ എന്തായിരിക്കും? നമ്മളിതിൽ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ പിയിൽ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്? അറേയുടെ, കാണിച്ചുതരാം. ഇതൊരു അറേ ആണ്. എത്ര മെമ്മറി ലൊക്കേഷൻസ് ഉള്ളത്? 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 5 മെമ്മറി ലൊക്കേഷൻസ് ആണുള്ളത്. ഇതിലെങ്ങനെ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്? 10, 15, 20, 25 ആൻഡ് 30. ഇങ്ങനെയാണ് ഒരു അറേയിൽ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതിന്റെ ഇൻഡെക്സ് വാല്യൂ എങ്ങനെ വരുന്നത്? 0, 1, 2, 3, 4. ഇങ്ങനെയാണ് ഇതിന്റെ ഇൻഡെക്സ് വാല്യൂ വരുന്നത്. അറേയുടെ ഫസ്റ്റ് ലൊക്കേഷനിലെ എലമെന്റിന്റെ ഇൻഡെക്സ് വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? സെക്കൻഡിന്റെയോ 1 ആണ്. 0 to 4. 5 മെമ്മറി ലൊക്കേഷൻസ് ആണുള്ളതെങ്കിൽ എങ്ങനെയായിരിക്കും സബ്സ്ക്രിപ്റ്റ് വാല്യൂ അഥവാ ഇൻഡെക്സ് നമ്പർ? 0 to 4. അപ്പോൾ ഇവിടെ സ്റ്റാർ പി എന്ന് പറയുന്നത് അറേയുടെ ഫസ്റ്റ് ലൊക്കേഷനിലെ എലമെന്റ് ആയിരിക്കും അല്ലേ? അതായത് സ്റ്റാർ പി ഈസ് ഈക്വൽ ടു 10. സ്റ്റാർ പി എന്ന് പറയുന്നത് 10 ആയിരിക്കും. അറേയിലെ ഫസ്റ്റ് എലമെന്റിന്റെ വാല്യൂ ആണ് നമ്മൾ പോയിന്ററിലേക്ക് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സി ഔട്ട് സ്റ്റാർ പി പ്ലസ് ടു. പി പ്ലസ് ടു എന്നുള്ളത് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണുള്ളത്. സ്റ്റാർ പി പ്ലസ് ടു. ഇവിടെ സ്റ്റാർ പി അല്ല, പി പ്ലസ് ടു ആണ്. അതുകൊണ്ട് പി എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? അതിന്റെ ഇൻഡെക്സ് നമ്പർ ആണ്. 0 + 2. എത്രയാ? 0 + 2 2. അപ്പോ 2 എന്നുള്ള ഇൻഡെക്സ് നമ്പർ വരുന്ന ലൊക്കേഷൻ ഏതാ? ഇതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ? 20. ഇവിടെ എ എന്ന് പറയുന്നതിന്റെ ആൻസർ 20 ആണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ഔട്ട് സ്റ്റാർ പി പ്ലസ് 3. ഇവിടെ സ്റ്റാർ പി പ്ലസ് 3 ആണ്. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? പി പ്ലസ് ടു ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരുന്നു, സ്റ്റാർ പുറത്തായിരുന്നു. ഇവിടെ പിയുടെ കൂടെ തന്നെയാണ് സ്റ്റാർ പി പ്ലസ് ടു. അപ്പൊ ഇവിടെ എങ്ങനെയാ? സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ? നമ്മുടെ കയ്യിലുണ്ട് സ്റ്റാർ പി ഈസ് ഈക്വൽ ടു 10.
സ്റ്റാർ p പ്ലസ് 3 ഈക്വൽ ടു 10 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 13. ഇവിടെ ബിയുടെ ആൻസർ വരുന്നത് 13 ആണ്. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം, കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് കോഡ്. ഒരു കോഡിന്റെ സെക്ഷൻ തന്നിട്ടുണ്ട്, അതിൽ എറേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു സ്ട്രക്ചറിന്റെ ഫോർമാറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഒരു സ്ട്രക്ചറിന്റെ സിൻടാക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറിന്റെ സിൻടാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ വരുന്നത്? സ്ട്രക്ട് എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ട് എന്നുള്ള കീവേഡിന് ശേഷം നമ്മൾ സ്ട്രക്ചർ നെയിം കൊടുക്കും അല്ലേ? ഇവിടെ നോക്കിയേ, സ്ട്രക്ട് എന്നുള്ള കീവേഡ് മാത്രമേ ഉള്ളൂ, ഇവിടെ എന്തില്ല, സ്ട്രക്ചറിന്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു എറർ ആണ് അല്ലേ? അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. ദെൻ ഇതിന്റെ ഉള്ളിൽ ഇൻഡ് രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്ട്രക്ചർ മെമ്പേഴ്സ് ആണ്. ഈ മൂന്നും രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്ക് എന്നൊക്കെ പറയുന്നത് സ്ട്രക്ചർ മെമ്പേഴ്സ് ആണ്. ദെൻ ക്യാർ നെയിം ഓഫ് 20. എന്തുകൊണ്ടാണ് നെയിം ഓഫ് 20 കൊടുത്തേ? ക്യാർ ആയതുകൊണ്ടാണ്. നമ്മൾ മെമ്മറി ലൊക്കേഷൻസ് കൊടുക്കണം. മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതാണ് 20 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്ലോട്ട് മാർക്ക് ഈസ് ഈക്വൽ ടു 100. മാർക്ക് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഫ്ലോട്ട് മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ആണ്. ഇസ് ഈക്വൽ ടു 100 എന്ന് പറയുമ്പോൾ നമ്മൾ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് ഒരിക്കലും ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്ത് പറ്റില്ല, വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതാണ് സെക്കൻഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ പറയുന്നത്. സ്ട്രക്ട് ടാഗ് നെയിം. സ്ട്രക്റ്റിന്റെ കൂടെ എന്തില്ല, ടാഗ് നെയിം ഇല്ല, സ്ട്രക്ചർ നെയിം ഇല്ല. അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. സെക്കൻഡ്, ഫ്ലോട്ട് മാർക്ക് ഇസ് ഈക്വൽ ടു 100. ഫ്ലോട്ട് മാർക്ക് ഇസ് ഈക്വൽ ടു 100 എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഓർഫൻഡ് മെമ്മറി ബ്ലോക്സ് ആർ അൺഡിസൈറബിൾ. ഹൗ ക്യാൻ ദേ അവോയ്ഡഡ്? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ്, ഓർഫൻഡ് മെമ്മറി എന്താണെന്ന് അറിയണമല്ലേ? നമ്മൾ മുന്നേ പഠിച്ചു. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ടൈമിൽ നമ്മൾ വേരിയബിളിന്റെ മെമ്മറി മാറ്റി വെക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് മാറ്റി വെക്കുന്നത്? ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമ്മൾ എന്ത് ചെയ്യും? ആഫ്റ്റർ യൂസ് അത് എന്ത് ചെയ്യും? ഡി അലോക്കേറ്റ് ചെയ്യും. അതായത് ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് റിലീസ് ചെയ്യും. ദെൻ ആ മെമ്മറി ലൊക്കേഷൻ നമുക്ക് എന്തൊക്കെയോ പർപ്പസിന് യൂസ് ചെയ്യാം, വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായി ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ അൺയൂസ്ഡ് ആയിട്ടുള്ള കുറേ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ഓർഫൻഡ് മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഡൈനാമിക് മെമ്മറി ക്യാൻ ബി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ. പറഞ്ഞില്ലേ നമ്മൾ, ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആഫ്റ്റർ അലോക്കേഷൻ സംടൈംസ് മെമ്മറി ബ്ലോക്സ് മേ ബി ലെഫ്റ്റ് അൺയൂസ്ഡ് ആൻഡ് നോട്ട് റിലീസ്ഡ് ഫോർ ഫർദർ യൂസ്. ദിസ് മെമ്മറി ബ്ലോക്ക് ഈസ് കോൾഡ് ഓർഫൻഡ് മെമ്മറി. It can be avoided by the proper use of delete operator, which releases the memory for reallocation. അപ്പോൾ നമ്മൾ പറഞ്ഞു, മെമ്മറി നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്ത് ആഫ്റ്റർ യൂസ് അതെന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യും അല്ലേ? അത് ചെയ്തില്ലെങ്കിൽ അവിടെ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓർഫൻഡ് മെമ്മറി എന്ന് പറഞ്ഞത് അല്ലേ? അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ വരുന്നത്, അത് വേസ്റ്റ് ആയിരിക്കും. ഫർദർ പർപ്പസിനൊന്നും നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഓർഫൻ മെമ്മറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? എങ്ങനെയായിരിക്കും? പ്രോപ്പറായിട്ട് നമുക്ക് ഡിലീറ്റ് ഓപ്പറേറ്ററിനെ കോൾ ചെയ്താൽ എന്ത് ചെയ്യാം, ഈ ഓർഫൻഡ് മെമ്മറീസിൻ്റെ എണ്ണം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഓർഫൻഡ് മെമ്മറീസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, അതിൻ്റെ പേരെന്തായിരുന്നു, മെമ്മറി ലീക്ക്. ഓർഫൻഡ് മെമ്മറിയുടെ എണ്ണം വർദ്ധിക്കുന്നതിനെയാണ്, എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ടൈമിൽ അലോക്കേറ്റ് ചെയ്ത മെമ്മറിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡി അലോക്കേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ യൂസ് ഓഫ് സ്റ്റാർ ആൻഡ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ്ഡ് ഇൻ പോയിന്റർ.
സ്റ്റാർ ഓപ്പറേറ്ററിൻ്റെയും അതുപോലെ അഡ്രസ് ഓഫ് ഓപ്പറേറ്റേഴ്സിൻ്റെയും യൂസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് സ്റ്റാർ ഓപ്പറേറ്റർ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത് ഡി റെഫറൻസ് ഓപ്പറേറ്റർ. അപ്പോൾ അതെന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തിനാ യൂസ് ചെയ്യുന്നത് അത്? ഓക്കെ, അത് പോയിന്റർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എക്സാമ്പിള് ഇൻഡ് സ്റ്റാർ പി. ഇവിടെ എന്താ ചെയ്തേ? ഇവിടെ നമ്മൾ ചെയ്തത് ഒരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്തു. ഇൻഡ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ട് ഒരു പോയിന്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതായത് ഡി റെഫറൻസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എ പോയിന്റർ. ഒരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഡി റെഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഒരു നോർമൽ വേരിയബിളിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻഡ് എ. നമ്മൾ നോർമലി ഡിക്ലെയർ ചെയ്യുന്നതല്ലേ ഇൻഡ് എ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എങ്ങനെയാണ് വരുന്നത്? പി ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എ. പി എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ് ഓഫ് എ ആണ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇവിടെ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, ഇവിടെ മറ്റൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ നെയിം എന്താ? എ ആണ്. ഇതിൻ്റെ സ്റ്റാർ പി ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് 1000 ആണ്. സ്റ്റാർ പിയുടെയോ? സ്റ്റാർ പിയുടെ 1500 1500 ആണ് സ്റ്റാർ പിയുടെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും വാല്യൂ? 1000 ആയിരിക്കും. ഈ മെമ്മറി എ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് ആയിരിക്കും പി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂ. അതല്ലേ നമ്മളിവിടെ പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ സ്റ്റാർ ഓപ്പറേറ്ററിൻ്റെയും അഡ്രസ് ഓഫ് ഓപ്പറേറ്ററിൻ്റെയും യൂസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എക്സാം ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ചോദിച്ചാൽ ഇത് ഫുൾ എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. എല്ലാവർക്കും ഇത് ഓക്കെ അല്ലേ? ഓക്കെ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ അറേ എന്താണ്? നമ്മൾ അറേയും പഠിച്ചിട്ടുണ്ട്, അതുപോലെ സ്ട്രക്ചറും പഠിച്ചിട്ടുണ്ട്. അറേ എന്ന് പറയുന്നത് അറേ ഈസ് എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അറേ ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആണ്. യൂസ്ഡ് ടു സ്റ്റോർ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അറേസ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്ട്രക്ചർ ഇറ്റ് ഈസ് എ എന്താണ്? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണല്ലേ? അതിലെന്താ സ്റ്റോർ ചെയ്യുന്നത്? അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ ഇത്? അപ്പോൾ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അറേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണല്ലേ? അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. സെക്കൻഡ് പോയിന്റ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. നമ്മൾ പറഞ്ഞില്ലേ, അത് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണത്. അറേയിൽ എന്താണ്? സെയിം ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ. സ്ട്രക്ചറിൽ എന്താണ്? സ്ട്രക്ചറിന്റെ കേസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അറേ എന്ന് പറയുന്നത് എന്താണ്? ഹോമോജീനിയസ് ആണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, എലമെന്റ്സ് ഓഫ് ആൻ അറേ ആർ റെഫറൻസ്ഡ് യൂസിങ് ദ കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ്സ്. ഒരു അറേയിലുള്ള എലമെന്റ്സ് നമുക്ക് ആക്സസ് ചെയ്യണം. അറേയിലുള്ള എലമെന്റ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്? അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു അറേയിലുള്ള എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രക്ചറിലോ എലമെന്റ് ഓഫ് എ സ്ട്രക്ചർ ആർ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഡോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ചറിനും എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. അറേയിൽ എന്തായിരുന്നു? അറേയിൽ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ടായിരുന്നു. സ്ട്രക്ചറിൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ. വെൻ ആൻ എലമെന്റ് ഓഫ് ആൻ അറേ ബിക്കംസ് അനദർ അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ ഈസ് ഫോംഡ്. ഇപ്പോൾ അറേയുടെ കേസിൽ നമ്മൾ എന്ത് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്? മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അതായത്
സിംഗിൾ ഡയമെൻഷണൽ അറേ ഉണ്ട്, 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്, അതുപോലെ മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. അപ്പോൾ സ്ട്രക്ചറിന്റെ കേസിലോ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മൾട്ടി ഡയമെൻഷണൽ സ്ട്രക്ചർ ഉണ്ടോ? ഇല്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നെസ്റ്റഡ് സ്ട്രക്ചർ ആണ്. നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വൺ ഇൻസൈഡ് അനദർ, ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് എന്നുള്ളതാണ് നെസ്റ്റഡിന്റെ മീനിങ്. അപ്പോൾ ഇവിടെ സ്ട്രക്ചറിന്റെ കേസിൽ നെസ്റ്റഡ് സ്ട്രക്ചറും അറേയുടെ കേസിൽ എന്താണ് മൾട്ടി ഡയമെൻഷണൽ അറേയും. നെക്സ്റ്റ് പോയിന്റ്, അറേ ഓഫ് സ്ട്രക്ചർ ഈസ് പോസിബിൾ. അറേയിൽ സ്ട്രക്ചർ എന്നുള്ളത് പോസിബിൾ ആണ്. അറേ ഓഫ് സ്ട്രക്ചർ എന്നുള്ളത് എന്താണ്? പോസിബിൾ ആണ്. സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേ ആസ് എലമെന്റ്. ഒരു സ്ട്രക്ചറിൽ അറേ എന്നുള്ളത് ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രണ്ടും തമ്മിൽ ഡിഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സാംസിൽ ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പം എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു സ്റ്റോർ ആൻഡ് പ്രിന്റ് ഇൻഫർമേഷൻ, നെയിം, റോൾ നമ്പർ ആൻഡ് മാർക്ക് ഓഫ് എ സ്റ്റുഡൻറ് യൂസിങ് സ്ട്രക്ചർ. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സ്ട്രക്ചറിന്റെ നെയിം? എന്താ? സ്റ്റുഡൻറ് എന്നുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന്റെ മെമ്പേഴ്സ് ഏതൊക്കെയാ? സ്ട്രക്ചർ മെമ്പേഴ്സ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നെയിം, റോൾ നമ്പർ, മാർക്ക്. ഈ 3 സ്ട്രക്ചർ മെമ്പേഴ്സ് വരുന്ന ഒരു സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്ട്രക്ചർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, കംപ്ലീറ്റ് പ്രോഗ്രാം എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യും. സ്ട്രക്ചർ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ നമ്മൾ ചെയ്തു. സ്ട്രക്ചർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ദെൻ സ്ട്രക്ചറിന്റെ നെയിം കൊടുക്കും. ദെൻ പാരാന്തസിന്റെ ഉള്ളിൽ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ഡിക്ലെയർ ചെയ്യും. ദെൻ സ്ട്രക്ചർ ക്ലോസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ സ്ട്രക്ചർ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്തു. സ്ട്രക്ചറിന്റെ പേരെന്താ കൊടുത്തേ? സ്റ്റുഡ് എന്നുള്ളതാണ് നമ്മുടെ സ്ട്രക്ചറിന്റെ പേര്. സ്ട്രക്ചറിന്റെ പേരെന്ന് പറയുന്നത് സ്റ്റുഡ് ആണ്. ദെൻ പാരാന്തസിന്റെ ഉള്ളിൽ ക്യാർ നെയിം ഓഫ് 20. നെയിം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടില്ലേ? നെയിം, റോൾ നമ്പർ, മാർക്ക്, ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രക്ചർ മെമ്പേഴ്സ്. ദെൻ നെയിം ഓഫ് 20. നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ആണ്. അപ്പോൾ അവിടെ ഒരു 20 മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഇൻഡ് റോൾ നമ്പർ. റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റീജർ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻഡ് ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ട് റോൾ നമ്പറിനെ ഡിക്ലെയർ ചെയ്തു. ഫ്ലോട്ട്, മാർക്ക്. മാർക്ക് എന്ന് പറഞ്ഞത് ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോട്ടിൽ കൊടുത്തത്. ദെൻ സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് എന്താ നടന്നത്? ഈ സ്റ്റെപ്പിൽ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് കൊടുക്കണം അല്ലേ? ഇൻഡ് മെയിൻ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. സ്ട്രക്ട് സ്റ്റുഡ് എസ്. ഇവിടെ എന്താ ചെയ്തത്? സ്റ്റുഡ് എന്നുള്ള നമ്മുടെ സ്ട്രക്ചറിന് ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതാണ് എസ്. ഇവിടെ എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? സ്ട്രക്ചർ വേരിയബിൾ. ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ എസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ സി ഔട്ടിൽ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുക്കും അല്ലേ? എന്തൊക്കെയാ പ്രിന്റ് ചെയ്യണ്ടേ? നെയിം, റോൾ നമ്പർ, മാർക്ക്, ഇതൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടേ. ഫസ്റ്റ് സി ഔട്ടിൽ എൻ്റർ ദ നെയിം പ്രിന്റ് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തു. സീൻ എസ് ഡോട്ട് നെയിം. നമ്മൾ എങ്ങനെ എസ് കൊടുത്തേ? നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ ആണ് എസ്. അതിൽ നിന്നാണ് എന്തെങ്കിലും നമ്മൾ എങ്ങനെ മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്തത്? എസ് ഡോട്ട് നെയിം. നെയിം എന്നുള്ള എലമെന്റിൻ്റെത് എന്തിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്? അതിന്റെ വേരിയബിള് എന്തിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്ട്രക്ചർ വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് എസ് ഡോട്ട് നെയിം. ദെൻ അതുപോലെ റോൾ നമ്പർ കൊടുത്തു. എൻ്റർ ദ റോൾ നമ്പർ. സീൻ എസ് ഡോട്ട് റോൾ നമ്പർ. ദെൻ എൻ്റർ ദ മാർക്ക് കൊടുത്തു. മാർക്ക് എങ്ങനെയാ? എസ് ഡോട്ട് മാർക്ക്. ഓക്കെ അല്ലേ ഇത്? അപ്പോൾ ഇത്ര മാത്രം കൊടുത്താൽ പോരാ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ദെൻ വീണ്ടും നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൊടുക്കും. ദ നെയിം ഈസ് ഈക്വൽ ടു എന്താണ്? എസ് ഡോട്ട് നെയിം. ദ റോൾ നമ്പർ ഈസ് ഈക്വൽ ടു എസ് ഡോട്ട് റോൾ നമ്പർ. മാർക്ക് ഈസ് ഈക്വൽ ടു എസ് ഡോട്ട് മാർക്ക്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? എസ് ഡോട്ട് മാർക്ക്, അതുപോലെ എസ് ഡോട്ട് നെയിം, എസ് ഡോട്ട് റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നെയിം, റോൾ നമ്പർ, മാർക്ക് എന്നുള്ളതിൻ്റെ വാല്യൂ എന്തിലേക്ക് സ്റ്റോർ ചെയ്യും? എസ് എന്നുള്ള സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യും. അങ്ങനെയല്ല പ്രിന്റ് ചെയ്ത് വരുന്നേ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ദെൻ നമ്മൾ ലാസ്റ്റ് ആയിട്ട് റിട്ടേൺ 0 കൊടുക്കും. ദെൻ പ്രോഗ്രാം ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. എല്ലാവർക്കും ഇത് ഓക്കെ അല്ലേ? ഒരു പ്രോഗ്രാം എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു മോഡൽ എന്തായാലും എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ? എന്താണ്?
എല്ലാവരും ഈ കീവേഡ് കേട്ടിട്ടുണ്ടോ? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സ്ട്രക്ചർ എന്താണ് നമ്മൾ പറഞ്ഞല്ലേ? സ്ട്രക്ചർ അതിനുള്ളിൽ എന്താ ഉള്ളത്? സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ട്രക്ചർ എന്നുള്ള കീവേഡ് ഉണ്ട്, സ്ട്രക്ചറിന്റെ നെയിം ഉണ്ട്, പരാന്തസിന്റെ ഉള്ളിൽ സ്ട്രക്ചർ മെമ്പേഴ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്താണ്? ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ അതിൻ്റെ തന്നെ എന്തിനാ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ആ വേരിയബിൾ എന്തായിരിക്കും? ഒരു പോയിന്റർ വേരിയബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തന്നെ പോയിന്റർ വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് one of the elements is a pointer to the same structure. A location of this type structure contains data and address of another location of the same type. It can be extended as per the requirement. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കിയാലോ? ഓക്കെ, എക്സാമ്പിൾ സ്ട്രക്റ്റ് നോഡ്. സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു, സ്ട്രക്ചറിന്റെ പേര് കൊടുത്തു നോഡ്. ദെൻ നമ്മൾ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ഡിക്ലെയർ ചെയ്യും. ഇൻഡ് ഡാറ്റ നോഡ് സ്റ്റാർ എൻ. സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നോഡ് സ്റ്റാർ എൻ ഉണ്ട്. നമ്മളിതാ നോക്കി സ്ട്രക്ചറിന്റെ ഉള്ളിൽ, അതായത് സ്ട്രക്ചറിന്റെ ബോഡീന്റെ ഉള്ളിലാണ് നമ്മൾ നോഡ് സ്റ്റാർ എൻ കൊടുത്തത്. അതായത് ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തത് ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ അതെന്താണ്? ആ വേരിയബിൾ എന്താണ്? നോഡ് എൻ ആണ് കൊടുത്തത്? അല്ല, നോഡ് സ്റ്റാർ എൻ ആണ് കൊടുത്തത്. അപ്പോൾ അതൊരു പോയിന്റർ വേരിയബിൾ ആണ്. സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഒരു പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ അല്ലേ? അപ്പോൾ എക്സാംസിലൊക്കെ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എഴുതുക, ഇതിന്റെ ഡെഫിനിഷൻ എഴുതി ഒരു എക്സാമ്പിൾ കൂടെ വെച്ചാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കൺസിഡർ ദ ഗിവൺ സ്ട്രക്ചർ ഡെഫിനിഷൻ. സ്ട്രക്റ്റ് കോംപ്ലക്സ്. ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്റ്റ് കോംപ്ലക്സ് ഇൻറ്റ് റിയൽ ഇൻറ്റ് ഇമേജ്. ദെൻ സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത് മനസ്സിലായില്ലേ? ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ C++ സ്റ്റേറ്റ്മെന്റ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ വേരിയബിൾ. നമുക്ക് എന്താ ചെയ്യേണ്ടേ? സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു C++ സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാ കൊടുക്കുന്നത്? ഇവിടെ നോക്കിയേ, നമുക്ക് ഒരുപാട് രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. കോംപ്ലക്സ് C1. കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താ? സ്ട്രക്ചറിന്റെ നെയിം ആണ്. C1 എന്താ? സ്ട്രക്ചർ വേരിയബിൾ ആണ് അല്ലേ? അപ്പൊ നമുക്ക് കോംപ്ലക്സ് C1 എന്ന് വെച്ചിട്ട് ഒരു സെമി കോളം കൊടുത്താൽ എന്തായി? സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആയി അല്ലേ? അതല്ലെങ്കിൽ സ്ട്രക്റ്റ് കോംപ്ലക്സ് C1. സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ദെൻ സ്ട്രക്ചറിന്റെ നെയിം കൊടുക്കും. ദെൻ C1 എന്നുള്ള ഒരു വേരിയബിൾ കൂടെ കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെയും നമുക്ക് സ്ട്രക്ചറിനെ എന്ത് ചെയ്യാം? സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇത് രണ്ടും അല്ലെങ്കിൽ വേറെയുള്ള ഒരു ഓപ്ഷനാണ് സ്ട്രക്റ്റ് കോംപ്ലക്സ് ഇൻറ്റ് റിയൽ ഇൻറ്റ് ഇമേജ്. അതായത് നമ്മൾ സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്ത അതേ ഫോർമാറ്റ്. ദെൻ സ്ട്രക്ചർ ക്ലോസ് ചെയ്തതിന് ശേഷം അത് തൊട്ടടുത്ത് എന്ത് കൊടുക്കും? C1 വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് 3 മെത്തേഡ്സ് എന്ന് പറഞ്ഞത്. എങ്ങനെ കൊടുക്കാം? എങ്ങനെയൊക്കെ ആയിരുന്നു? സ്ട്രക്ചർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, സ്ട്രക്ചറിന്റെ പേര് കൊടുക്കും, വേരിയബിളിനെ കൊടുക്കും, സെമിക്കോളൻ. അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാതെ സ്ട്രക്ചറിന്റെ പേര് കൊടുക്കും, C1 എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. അതും അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ഫോർമാറ്റ് യൂസ് ചെയ്യും, സ്ട്രക്ചർ ക്ലോസ് ചെയ്തതിന് ശേഷം വേരിയബിൾ കൊടുക്കും, ദെൻ സെമിക്കോളൻ. ഇനി അതിൽ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ C++ സ്റ്റേറ്റ്മെന്റ് ടു സ്റ്റോർ ദ വാല്യൂ 15 ടു ദ സ്ട്രക്ചർ മെമ്പർ റിയൽ. നമുക്കൊരു സ്ട്രക്ചർ മെമ്പർ ഉണ്ട്, അതിലേക്ക് എന്ത് ചെയ്യണം? 50 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്ട്രക്ചറിൽ ഒരു എലമെന്റ് ആക്സസ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? ഡോട്ട് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതിന്റെ കേസിൽ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, എല്ലാവരും ഇവിടെ നോക്കുക. C1 ഡോട്ട് റിയൽ ഈസ് ഈക്വൽ ടു 15. C1 എന്ന് പറയുന്നത് എന്തായിരുന്നു? C1 എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ ആണല്ലേ? വേരിയബിൾ ഡോട്ട് സ്ട്രക്ചർ മെമ്പർ ഈസ് ഈക്വൽ ടു റിയൽ. റിയൽ എന്താണ്? സ്ട്രക്ചർ മെമ്പർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്ട്രക്ചറിന്റെ ഉള്ളിൽ വരുന്ന മെമ്പർ ആണ് റിയൽ. ഇവിടെ കാണുന്നില്ലേ? ഇതാണ് റിയൽ.
അതിലേക്കാണ് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ കൊടുക്കുന്നേ? വേരിയബിൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. വേരിയബിൾ ഡോട്ട് സ്ട്രക്ചർ മെമ്പർ ഈക്വൽ ടു നമുക്ക് അസൈൻ ചെയ്യേണ്ട വാല്യൂ കൊടുക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എക്സാമിന് പോകുമ്പോൾ ഇത് കൂടെ പ്രിപ്പയർ ചെയ്ത് പോകണം. ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിക്കണം. എല്ലാവരും എക്സാമിന് പോകുന്നതിന് മുന്നേ ഈ ചാപ്റ്ററിലെ എല്ലാ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. ഡൗട്ട് ചോദിക്കാൻ ആരും മടിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ചോദിക്കാം. അപ്പോൾ ഓക്കെ.